നമസ്കാരം. അപ്പം OET ലേണിംഗ് മാസ്റ്റേഴ്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിങ്ങിൻ്റെ ബി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബി പാർട്ടിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വായിക്കേണ്ടതെന്നെല്ലാം അറിയാം. നമ്മൾ ആദ്യം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ ഓപ്ഷൻ എടുക്കുന്നു, പിന്നെ നമ്മൾ എക്സ്ട്രാക്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്പെഷ്യൽ ആക്സസ് സ്കീം ഷുഡ് ബി യൂസ്ഡ് വെൻ. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു സ്പെഷ്യൽ ആക്സസ് സ്കീംസ് ഉറപ്പായിട്ട് യൂസ്ഡ് വെൻ, എപ്പോഴാണെന്ന്. അത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കുക. വെൻ ദ പേഷ്യൻ്റ് റിക്വയേഴ്സ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്. പേഷ്യൻറ്റിന് എപ്പോഴെങ്കിലും ആവശ്യമായി വരുമ്പോൾ, സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുമ്പോഴാണ് സ്പെഷ്യൽ ആക്സസ് സ്കീം യൂസ് ചെയ്യുന്നതെന്നാണോ? അടുത്ത എന്താണ്? ദ സ്പെഷ്യൽ ആക്സസ് സ്കീം ഷുഡ് ബി യൂസ്ഡ് വെൻ ഓൾ അതർ പോസിബിലിറ്റീസ് ഹാവ് ബീൻ എക്സ്ഹോസ്റ്റഡ്. മറ്റുള്ള പോസിബിലിറ്റീസ് എല്ലാം ഇല്ല, ഒഴിവായി, ഇല്ല, വേറൊരു പോസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിലാണോ സ്പെഷ്യൽ ആക്സസ് സ്കീം യൂസ് ചെയ്യുന്നത്? അടുത്ത എന്താണ്? സ്പെഷ്യൽ ആക്സസ് സ്കീം ഷുഡ് ബി യൂസ്ഡ് വെൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഹാവ് ബീൻ വെരിഫൈഡ്. എന്താണ്? പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് വെരിഫൈ ചെയ്തതിന് ശേഷമേ സ്പെഷ്യൽ ആക്സസ് സ്കീം യൂസ് ചെയ്യാവൂ എന്നാണോ? അപ്പോൾ 3 ഓപ്ഷൻ നമ്മൾ വായിച്ചു. അപ്പം നമ്മുടെ എക്സ്ട്രാക്ട് പോളിസി ഡോക്യുമെൻറ്റിൽ നിന്ന് എടുത്തതാണ്. ഓവർവ്യൂ ഓഫ് മെഡിസിനൽ കാനബീസ് ആൻഡ് ദ സ്പെഷ്യൽ ആക്സസ് സ്കീമാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബി പാർട്ട് വായിക്കുമ്പോൾ എന്താണ് മലയാളത്തിൽ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിച്ച് പോയാൽ നമുക്ക് 2 മിനിറ്റ്സേ ഉള്ളൂ. ആ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്സ് എടുത്താൽ അത്രയും എളുപ്പം. എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വായിക്കണം. അപ്പം നോക്കിക്കേ, മെഡിസിൻസ്, അതായത് പ്രോഡക്ട്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓസ്ട്രേലിയൻ രജിസ്റ്റർ ഓഫ് തെറാപ്യൂട്ടിക് ഗുഡ്സ് ഹാവ് ബീൻ ഇവാലുവേറ്റഡ്. ഈ മെഡിസിൻസ് എന്തിൻ്റെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന? ഓസ്ട്രേലിയൻ രജിസ്റ്റർ ഓഫ് തെറാപ്യൂട്ടിക് ഗുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന മെഡിസിൻസ് ഹാവ് ബീൻ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ, എന്തിനു വേണ്ടി? ടു എൻഷുർ ദേ മീറ്റ് സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും എഫക്റ്റീവ്നെസ്സും എല്ലാം വരാൻ വേണ്ടിയിട്ടാണ് അവരത് ഇവാലുവേറ്റ് ചെയ്തത്. ഫോർ ദിസ് റീസൺ, ഈ മുകളിൽ പറഞ്ഞ റീസൺ കാരണം, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ്, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, മെഡിസിനൽ പ്രാക്ടീഷണേഴ്സ്, അതായത് ഡോക്ടേഴ്സ്, പ്രിസ്ക്രൈബേഴ്സ്, വിൽ ഹാവ് കൺസിഡേർഡ്, അവർ കൺസിഡർ ചെയ്യും, ഓൾ ക്ലിനിക്കലി അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, എല്ലാം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, ക്ലിനിക്കലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ARTGCയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ സേഫ്റ്റിയും ക്വാളിറ്റി എഫക്റ്റീവ്നെസ്സും എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എപ്പോഴാണ്? ബിഫോർ അപ്ലൈയിങ് ടു ആക്സസ്, എന്താണ് ആക്സസ് ചെയ്യുന്നതിന് മുമ്പ്. അൺഅപ്രൂവ്ഡ് മെഡിസിൻ കാനബീസ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ സ്പെഷ്യൽ ആക്സസ് സ്കീമിൻ്റെ അണ്ടറിലുള്ള അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിനൽ കാനബീസ് പ്രോഡക്റ്റ് അപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ലിനിക്സ് ഇതെല്ലാം മീറ്റ് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തണം. ആ ഓപ്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കേ, വെയർ പ്രോഡക്റ്റിൻ്റെ ARTG, അതായത് ഈ ഓസ്ട്രേലിയൻ രജിസ്റ്റർ ഓഫ് തെറാപ്യൂട്ടിക് ഗുഡ്സിലെ പ്രോഡക്റ്റ് ആർ ഫൗണ്ട് ടു നോട്ട് ബി ക്ലിനിക്കലി സ്യൂട്ടബിൾ ആണെന്ന് കണ്ടുപിടിച്ചില്ല. നോട്ടാണ്, ക്ലിനിക്കലി സ്യൂട്ടബിൾ അല്ല. അങ്ങനെയാണെങ്കിലോ ദ സ്പെഷ്യൽ സർവീസ് സ്കീം പ്രൊവൈഡ് എ പാത്ത് വേ ഫോർ പ്രിസ്ക്രൈബേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു? ഈ SAS ഒരു പാത്ത് വേ ഫോർ പ്രിസ്ക്രൈബേഴ്സിന് വേണ്ടി, എന്തിനാ? ടു ആക്സസ് അൺഅപ്രൂവ്ഡ് പ്രോഡക്റ്റ് ഫോർ ഇൻഡിവിജ്വൽസിന് വേണ്ടി പേഷ്യൻസ് ഓൺ എ കേസ് ബൈ കേസ് ബേസിൽ, ഓരോ കേസ് ബൈ കേസ് ബേസിൽ അവരെന്ത് ചെയ്യും? അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യും? അവർ അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പാത്ത് വേ SAS ഈ ഡോക്ടേഴ്സിന് തുറന്നു കൊടുക്കും. ഹവർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ്, നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദെയർ ക്യാൻ ബി നോ ഗ്യാരണ്ടി ഓഫ് ദ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. ഇതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓഫ് അൺഅപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആക്സസ് ത്രൂ SAS വഴി ആക്സസ് ചെയ്യുന്നതിന് യാതൊരു ക്വാളിറ്റി അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് ദെയർഫോർ, അതുകൊണ്ട് ദ പ്രിസ്ക്രൈബേഴ്സ് ആൻഡ് പേഷ്യൻറ്റ്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളും പേഷ്യൻറ്റും അവന്താണ് ഇൻഫോംഡ് കൺസെൻറ്റ് വഴി അവർ ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ എനി അഡ്വേഴ്സ് കോൺസിക്വൻസ്, ഈ ട്രീറ്റ്മെൻറ്റിൽ എന്ത് കോൺസിക്വൻസസ് വന്നാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? പ്രിസ്ക്രൈബേഴ്സിനും പേഷ്യൻസിനും ആയിരിക്കും. ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ കറക്റ്റായിട്ട് വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഓപ്ഷനിലോട്ട് പോയിക്കേ. സ്പെഷ്യൽ ആക്സസ് സ്കീം ഷുഡ് ബി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പേഷ്യൻ്റൊക്കെ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോപ്പിക്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻ്റ് ആവശ്യമായി വരുന്നു എന്നല്ല പറയുന്നത്. എന്താണ് ഈ അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവം വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? ഡോക്ടേഴ്സിനും പേഷ്യൻറ്റിനും ആയിരിക്കും എന്നാണ് പറയുന്നത്.
അടുത്ത എന്താണ്? ഓൾ അതർ പോസിബിലിറ്റീസ് ഹാവ് ബീൻ എക്സ്ഹോസ്റ്റഡ്, അങ്ങനെ പറയുന്നുണ്ട് അല്ലേ. ബാക്കി ഏത് പോസിബിലിറ്റീസ് ഇല്ലെങ്കിലാണ് അവർ പാത്ത് വേ തുറന്നു കൊടുക്കുന്നത്. എക്സ്ഹോസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്താ ഈ SAS യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്നവർ ഏറ്റെടുക്കണം. അടുത്ത നോക്കിക്കേ, എന്താണ്? സ്പെഷ്യൽ ആക്സസ് സ്കീം ഷുഡ് ബി യൂസ്ഡ് വെൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഹാവ് ബീൻ വെരിഫൈഡ്. പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് വെരിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇവരിത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതിന് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലെന്നാണ് പറയുന്നത്. ഈ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതില്ലെങ്കിലും ഇതിൻ്റെ എഫക്ട് എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നാൽ ഇവർ സഹിച്ചോണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായല്ലോ ഓപ്ഷൻ ബിയിലേക്ക് വന്ന് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ബിയും എയും സിയും എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള നമ്മൾ മെത്തേഡിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്